പിതൃദോഷമില്ല വ്യക്തികൾ കൂടുതൽ ദംശരോഗിയായി തീരുന്ന നമുക്ക് സാധാരണ കാണാറുണ്ട്. എല്ലാ കാര്യത്തിലും ഡൗട്ട്ഫുൾ, എല്ലാവരുടെ മുകളിലും ഡൗട്ട് ചെയ്യുക, വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഡൗട്ട് ചെയ്യുക, സംശയിക്കുക. ഈ വക കാര്യങ്ങൾ പിതൃദോഷമുള്ള വീട്ടുകാർക്ക് കൂടുതൽ വരാറുണ്ട്. ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിതൃബാധ നമ്മുടെ തലയിലാണ് ഇരുന്നിട്ട് നമ്മളെ നെഗറ്റീവ് ശക്തിയിലേക്ക് കൊണ്ടുവന്നത്, നമ്മളെ നെഗറ്റീവ് തിങ്കിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ ആരും സംശയിക്കാത്ത രീതിയിൽ നിങ്ങളെ മൈൻഡ് വെക്കുക. ഡൗട്ട് എത്ര കണ്ട് നിങ്ങൾ ചെയ്യുന്നോ അത്ര കണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റ് നിങ്ങളെ മനസ്സിലും ശരീരത്തിലും കൂടും. കാര്യം നിങ്ങൾക്ക് ഇത് മാറണം, ഈ വക രോഗങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യാമെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നിന്ന് മുക്തിയാകും. മെഡിറ്റേഷൻ പിതൃക്കളെ വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് പിതൃക്കളെ വീട്ടിൽ മെഡിറ്റേഷൻ കിട്ടാറില്ല. എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാലും അവർക്ക് മെഡിറ്റേഷൻ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പിതൃദോഷമില്ല വീട്ടുകാർ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ വെക്കാൻ ശ്രമിക്കാം. പിതൃദോഷമില്ല വ്യക്തികൾ കീറിയ വസ്ത്രങ്ങൾ ധരിക്കാതെ നോക്കുക. കീറിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടേ കളയുക, അല്ലെങ്കിൽ തുടയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിതൃദോഷമുള്ള വ്യക്തികൾക്ക് രാവിലെ തന്നെ സൂര്യോദയത്തിൻ്റെ മുന്നേ എണീക്കാൻ ശ്രമിക്കുക. രാത്രി 10, 8, 9 മണിക്ക് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൽ ഉള്ളിയും വെള്ളുള്ളിയും കൂട്ടാതെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നോൺ വെജ് എത്രയുണ്ട് കുറക്കുന്നോ അത്രയുണ്ട് പിതൃദോഷം കുറയുന്നതാണ്. കേടുവന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നിക്കൽ റിപ്പയർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാം. വീട്ടിൽ വെക്കാതെ സൂക്ഷിക്കുക. വീട്ടിൻ്റെ സൗത്ത് വെസ്റ്റ് താഴോട്ടാങ്കിൽ ഒന്നിക്കൽ കല്ലും മണ്ണും ഇട്ട് എകർത്തുക, അല്ലെങ്കിൽ കുന്നും മലയും ഇല്ലേ വാൾപേപ്പർ വീട്ടിൻ്റെ സൗത്ത് വെസ്റ്റിൽ വെച്ച് പിടിപ്പിക്കുക. അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ സീനറി, ഈവൻ
ഗ്രീൻ ഗാർഡൻ്റെ സീനറി ഉണ്ടാകാൻ പാടില്ല. ഓൺലി ഹിൽ ടോപ്പ് ഓഫ് ദ ഹിൽ ഡെസേർട്ട് വാൾപേപ്പർ ആയിരിക്കണം. ഡെസേർട്ട് വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ മരുഭൂമി പോലത്തെ മരുഭൂമി മലകളും കുന്നുകളും ഇല്ല വാൾപേപ്പർ ആയിരിക്കണം. സൗത്ത് വെസ്റ്റ് റൂമിൽ യെല്ലോ കളർ പെയിൻറ്റ് അടിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പിതൃക്കളെ ദോഷമില്ല വീട്ടിൽ. സൗത്ത് വെസ്റ്റ് ഏരിയയിൽ ഫിഷ് ടാങ്കോ അല്ലെങ്കിൽ വാട്ടർ എലിമെൻറ്റോ ഫൗണ്ടനോ ഈ വക വള്ളത്തിൻ്റെ സീനറിയോ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, അത് അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുക. വീട്ടിൽ ഫണ്ണി തിങ്സ് ഓരോ സ്റ്റാച്ചു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സൗത്ത് വെസ്റ്റിൽ കിടക്കുന്ന റൂമുണ്ടെങ്കിൽ അവിടുത്തെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ കർട്ടൻസോ യെല്ലോ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറിൻ്റെ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ 2 ദിവസം കൂടുന്ന സമയത്ത് കർപ്പൂരം കത്തിക്കാത്ത കർപ്പൂരം ഓരോ സ്ഥലത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. വീട്ടിൻ്റെ സൗത്ത് വെസ്റ്റിൽ ബോർഡിങ്ങോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ഓവർ ഹെഡ് ടാങ്ക് ഉണ്ടെങ്കിൽ അത് അവിടുന്ന് എടുത്ത് മാറ്റാൻ ശ്രമിക്കുക, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സൗത്ത് വെസ്റ്റിൽ ടോയ്ലറ്റോ ബാത്റൂമോ ഉണ്ടെങ്കിൽ അത് അവിടുന്ന് എടുത്ത് മാറ്റാൻ ശ്രമിക്കുക. സൗത്ത് വെസ്റ്റ് സ്ഥലത്ത് എംടി വെക്കാതെ സൂക്ഷിക്കുക. സൗത്ത് വെസ്റ്റിൽ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ലൈക്ക് കബോർഡ്, ഫർണിച്ചർ, ഹെവി ആയിട്ടുള്ള ഫർണിച്ചറോ എക്യുപ്മെൻറ്റ്സ് വെക്കാൻ ശ്രമിക്കുക. സൗത്ത് പിതൃക്കളെ വീട്ടിൽ സൗത്ത് വെസ്റ്റിലും എല്ലാ ദിക്കിലും കടൽ ഉപ്പ് ഒരു പ്ലാസ്റ്റിക് ഡിസ്പോസൽ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ 2 ദിവസം കൂടുമ്പോൾ കടലുപ്പ് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ടത് 2 ദിവസം കൂടുമ്പോൾ ക്ലോസറ്റിൽ ഡിസ്പോസൽ ചെയ്യാൻ ശ്രമിക്കുക. പിതൃക്കളെ വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാവുകാലം ഗുളികകാലം നോക്കിയിട്ട് പോവുക. അത് നിങ്ങൾക്ക് ഉചിതമായിരിക്കും. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രാഹുകാലം ഗുളികകാലം നോക്കിയിട്ട് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ
എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞ് കൊള്ളട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.